യോഹന്നാൻ അധ്യായം 12 ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുക. യോഹന്നാൻ അധ്യായം 12 ആകെ എത്ര വാക്യങ്ങൾ? 50. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 12 ഒന്നാമത്തെ തലക്കെട്ട് തൈലാഭിഷേകം. മരിച്ചവരിൽ നിന്നും യേശു ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്നത് എവിടെ? ബഥാനിയായിൽ. മരിച്ചവരിൽ നിന്നും താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹാക്ക് എത്ര ദിവസം മുമ്പ് യേശു വന്നു? 6. ലാസറിൻ്റെ വീട്ടിലെത്തിയ യേശുവിനെ ആരാണ് പരിചരിച്ചത്? മർത്ത. ആരാണ് വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധതൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശിയത്? മറിയം. മറിയം യേശുവിൻ്റെ പാദങ്ങൾ തുടച്ചത് എങ്ങനെ? തൻ്റെ തലമുടി കൊണ്ട്. ഈ തൈലം എത്ര ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്നാണ് യൂദാസ് കറിയോത്ത പറഞ്ഞത്? 300 ദനാറയ്ക്ക്. വലിയൊരു ഗണം യഹൂദർ എവിടേക്കാണ് വന്നത്? ലാസറിൻ്റെ വീട്ടിൽ. ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചത് ആര്? പുരോഹിത പ്രമുഖന്മാർ. യോഹന്നാൻ അധ്യായം 12 രണ്ടാമത്തെ തലക്കെട്ട് രാജകീയ പ്രവേശനം. ആര് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞത്? കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതിയിരിക്കുന്ന പഴയ നിയമഭാഗം. സക്രിയ 9:9. നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ എന്ന് പരസ്പരം പറഞ്ഞത് ആര്? ഫരിസേയർ. നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഇത് ആരുടെ വാക്കുകൾ? ഫരിസേയരുടെ. യോഹന്നാൻ അധ്യായം 12 മൂന്നാമത്തെ തലക്കെട്ട് ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഗലീലയിലെ ബെത്സദായിൽ നിന്ന്. ഗോതമ്പുമണി നിലത്ത് വീണഴിയുന്നെങ്കിൽ അത് എന്ത് സംഭവിക്കും? അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ആരാണ് നിത്യജീവനിലേക്ക് തൻ്റെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നത്? ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ. യോഹന്നാൻ 12:26 എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യട്ടെ എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അനുഗമിക്കട്ടെ. എന്നെ ശുശ്രൂഷിക്കുന്നവനെ ആര് ബഹുമാനിക്കുമെന്നാണ് യേശു പറയുന്നത്? പിതാവ്. യോഹന്നാൻ അധ്യായം 12 നാലാമത്തെ തലക്കെട്ട് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ സ്വരം കേട്ട് അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം എന്തു പറഞ്ഞു? ഇടിമുഴക്കമുണ്ടായി എന്ന്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്തു ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? എന്നിലേക്ക് ആകർഷിക്കും. ക്രിസ്തു എന്നേക്ക് നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾക്കിട്ടുള്ളത്. ഇത് ആര് യേശുവിനോട് ചോദിച്ചതാണ്? ജനക്കൂട്ടം. അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ എന്തു ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്തത് ആര്? അന്ധകാരത്തിൽ നടക്കുന്നവൻ. നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് എന്തു ചെയ്യുമെന്നാണ് യേശു പറയുന്നത്? നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. യോഹന്നാൻ അധ്യായം 12 അഞ്ചാമത്തെ തലക്കെട്ട് യഹൂദരുടെ അവിശ്വാസം. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുമ്പാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനെ വിശ്വസിക്കാതിരുന്നത് ആരുടെ പ്രവചനം പൂർത്തിയാകേണ്ടതിനാണ്? യേശയ്യാ പ്രവാചകന്റെ. അതുകൊണ്ട് അവർക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് യോഹന്നാൻ 12:39 പറയുന്നത്? വിശ്വസിക്കാൻ. അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചെങ്കിലും അവരാരും അത് ഏറ്റുപറയാത്തത് എന്തുകൊണ്ട്? സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അഭിലഷിച്ചത് ആര്? അധികാരികൾ. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം അധികാരികൾ അഭിലഷിച്ചത് എന്ത്? മനുഷ്യരുടെ പ്രശംസ. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല പിന്നെ ആരിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്? എന്നെ അയച്ചവനിൽ. ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവനെ വിധിക്കും. ആരെ? എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവനെ. എന്തു പറയണം, എന്തു പഠിപ്പിക്കണമെന്ന് ആര് തനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നുവെന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ച പിതാവ്. അവിടുത്തെ കൽപ്പന എന്താണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് യേശു പറയുന്നത്? നിത്യജീവൻ.